നിന്റെ ഫോൺ ഒന്ന് നോക്കൂ ആൻഡ് ഒരു ഓണസ്റ്റ് ആൻസർ തരും. ഇന്ന് നീ എത്ര പ്രാവശ്യം നിന്റെ ഫോൺ ചെക്ക് ചെയ്തു? 20 ടൈംസ്, 50 ടൈംസ്, ചിലപ്പോൾ നിനക്ക് ഓർക്കാൻ പോലും സാധിക്കാത്ത അത്ര കൂടുതലുണ്ടാകും. ബട്ട് റിസർച്ച് ഷോസ് സംതിങ് ഷോക്കിംഗ്. ഒരു ആവറേജ് പേഴ്സൺ അറൌണ്ട് 96 ടൈംസ് എങ്കിലും അവരുടെ ഫോൺ ടച്ച് ചെയ്യുന്നു ആൻഡ് മോർ ദാൻ 7 hours സ്ക്രീൻ നോക്കിക്കൊണ്ടിരിക്കും. നോട്ട് വർക്കിംഗ്, നോട്ട് ലേണിംഗ്, ജസ്റ്റ് സ്ക്രോളിംഗ്. And something dangerous is happening inside your brain. Slowly, quietly. നിന്റെ ബ്രെയിനിന്റെ ആർക്കിടെക്ചർ ചേഞ്ച് ആകും. നിന്റെ അറ്റൻഷൻ ഷ്രിങ്ക് ചെയ്യുന്നു. നിന്റെ മെമ്മറി വീക്ക് ആകും. യുവർ എബിലിറ്റി ടു സിറ്റ് വിത്ത് യുവർ ഓൺ തോട്ട്സ് ഡിസപ്പിയറിംഗ്. ഇത് ഡിസ്ട്രാക്ഷൻ മാത്രമല്ല, ഇതിനെയാണ് സയന്റിസ്റ്റ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. എന്നാൽ പലരും ഇത് മനസ്സിലാക്കുന്നില്ല. ഇന്ന് നിന്റെ പോക്കറ്റിലുള്ള ആ ഫോൺ നിന്റെ ബ്രെയിനിനെ എങ്ങനെ റിവയർ ചെയ്യുന്നു എന്ന് നോക്കാം. നീ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് 1 മിനിറ്റത്തേക്ക് ഫോൺ ഓപ്പൺ ചെയ്യും, then suddenly 30 minutes disappear. നീ ഒരു വീഡിയോയും ചൂസ് ചെയ്യുന്നില്ല, അതിനുവേണ്ടി സെർച്ച് ചെയ്യുന്നില്ല, നീ ഒന്നും ഡിസൈഡ് ചെയ്യുന്നില്ല. അൽഗോരിതം നിനക്ക് വേണ്ടി അവ ഡിസൈഡ് ചെയ്യും. നീ റിയലൈസ് ചെയ്യുന്നതിന് മുന്നേ ബ്രെയിൻ ജമ്പ് ചെയ്യുന്നു. വീഡിയോ ടു വീഡിയോ, പോസ്റ്റ് ടു പോസ്റ്റ്, നോട്ടിഫിക്കേഷൻ ടു നോട്ടിഫിക്കേഷൻ, ആൻഡ് സംതിങ് ഇമ്പോർട്ടൻറ്റ് is slowly dying. Your ability to focus deeply, your ability to think slowly, your ability to sit with boredom. And boredom ക്രിയേറ്റിവിറ്റിയുടെ ബർത്ത് പ്ലേസ് ആണ്. എന്നാൽ ഇന്ന് your brain is never bored. It always stimulated. Your brain constantly stimulated with fast, loud, high dopamine, digital stimulation. ഇതിനെയാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേ ബ്രെയിന് 3 സർവൈവൽ ഗോൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫൈൻഡ് ഫുഡ്, അവോയ്ഡ് ത്രെറ്റ്സ്, ഫൈൻഡ് എ മേറ്റ്. ഈ കാര്യങ്ങൾ പ്രോപ്പർലി ചെയ്താൽ ബ്രെയിൻ നിനക്ക് റിവാർഡായി ഡോപ്പമൈൻ എന്ന കെമിക്കൽ തരും. ഡോപ്പമൈൻ ഈസ് ദ ഫീലിംഗ് ഓഫ് ആന്റിസിപ്പേഷൻ, എക്സൈറ്റ്മെന്റ്, മോട്ടിവേഷൻ. ഇറ്റ് പുഷസ് യു ടു സീക്ക്. എന്നാൽ മോഡേൺ ടെക്നോളജി പവർഫുൾ ആയി ഒന്ന് ഡിസ്കവർ ചെയ്തു. ഡോപ്പമൈൻ ട്രിഗർ ചെയ്തുകൊണ്ടേയിരുന്നാൽ പീപ്പിൾ വിൽ കം ബാക്ക്. അതായത് ആപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് നിന്നെ ഇൻഫോം ചെയ്യാനോ നിന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാനോ അല്ല, ബട്ട് ഹുക്ക് യുവർ ബ്രെയിൻ. ഫോൺ ആക്ച്വലി ഒരു സ്ലോട്ട് മെഷീൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് എ കാസിനോ. നീ സ്ക്രോൾ ചെയ്താൽ ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും വരാം, അല്ലെങ്കിൽ വരാതിരിക്കാം. ബട്ട് ബ്രെയിൻ കരുതുന്നത് അടുത്ത സ്ക്രോൾ ഇതിലും ബെറ്റർ ആയിരിക്കും. അതിനാൽ നീ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ സ്വൈപ്പും ഓരോ ടൈനി ഗ്രാമ്പിൾ ആണ്. അതിന്റെ റിവാർഡ് അൺപ്രിഡിക്റ്റബിൾ ആണ്. ഗ്രാമ്പിൾ മെഷീൻസിലും ഇതേ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. യുവർ ബ്രെയിൻ ബിക്കം അഡിക്റ്റഡ് നോട്ട് ടു ദ കണ്ടന്റ് ബട്ട് ടു ദ പോസിബിലിറ്റി ഓഫ് റിവാർഡ്. ഇത് എല്ലാ ദിവസവും മണിക്കൂറുകളോളം റിപ്പീറ്റ് ചെയ്താൽ നിന്റെ ബ്രെയിൻ അഡാപ്റ്റ് ചെയ്യുന്നു. നീ എന്താണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ബ്രെയിൻ റീവയർ ചെയ്യുന്നു. അതുവഴി അറ്റൻഷൻ സ്പാൻ കുറയുന്നു, മെമ്മറി വീക്ക് ആകുന്നു, തിങ്കിങ് ഷാലോ മാത്രമായി കുറയുന്നു. നിനക്ക് തന്നെ ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാകും. 1-2 മണിക്കൂർ കോൺസ്റ്റന്റ് സ്ക്രോളിങ്ങിന് ശേഷം മെന്റലി ടയേർഡ് ആകുന്നത് പോലെയുള്ള അവസ്ഥ. പക്ഷെ നീ മാരത്തോൺ ഓടുകയോ എന്തെങ്കിലും കോംപ്ലക്സ് പ്രോബ്ലം സോൾവ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. യു ജസ്റ്റ് സ്ക്രോൾഡ് ഫോർ അവേഴ്സ്. ഇതിനെ റിസർച്ചേഴ്സ് കോഗ്നിറ്റീവ് ഓവർലോഡ് എന്നാണ് പറയുന്നത്. ബ്രെയിനിന് കുറെ ഇൻഫോർമേഷൻ വേഗത്തിൽ കിട്ടുമ്പോൾ അതിനെ ഡീപ്ലി പ്രോസസ് ചെയ്യാൻ സാധിക്കാതെ വരും. ആൻഡ് യുവർ ബ്രെയിൻ ബിക്കം എക്സോസ്റ്റഡ്, ഒന്നും മീനിങ് ആയി ചെയ്യാതെ തന്നെ. റിസർച്ച് പറയുന്നത് നീ ഫോൺ യൂസ് ചെയ്യണം എന്നില്ല. നീ ഉള്ള സെയിം റൂമിൽ ഫോൺ ഉണ്ടാകുന്നത് തന്നെ നിന്റെ പെർഫോമൻസ് കുറയ്ക്കും. കാരണം ഫോൺ അടുത്തുണ്ടാകുന്നത് ബ്രെയിൻ ഇന്നും അലേർട്ട് ആക്കി വെക്കുന്നു. വെയിറ്റിംഗ്, എക്സ്പെക്ടിങ്, ലിസണിങ് ടു ദ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ. ആ ഇൻവിസിബിൾ മെന്റൽ എഫേർട്ടിനെയാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റീൽസ് യുവർ അറ്റൻഷൻ ഈവൻ വെൻ യുവർ ഫോൺ ഈസ് സൈലന്റ്. ബട്ട് ഗുഡ് ന്യൂസ് ഈസ് ദാറ്റ് ബ്രെയിൻ ഒരു പ്ലാസ്റ്റിക് ആണ്. എന്താണോ റിവയർ ചെയ്യുന്നത് അതിനെ നമുക്ക് ഇനിയും റിവയർ ചെയ്യാൻ സാധിക്കും. സോ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കാം. ചേഞ്ച് ദ എൻവയോൺമെന്റ്. വിൽ പവർ എന്നും റിലേ ചെയ്യാതെ ഇരിക്കാം. നിന്റെ മുൻപിൽ ഫോൺ എന്നും ഉണ്ട് എങ്കിൽ ബ്രെയിൻ അതിന്റെ അടുത്ത് ഓട്ടോമാറ്റിക്കലി പോകും. അതുകൊണ്ട് ഒരു ഫോൺ ഫ്രീ സോൺ ക്രിയേറ്റ് ചെയ്യാം. ബെഡ്റൂം, വർക്ക് ഡെസ്ക്, ഡൈനിങ് ടേബിൾ. ലെറ്റ് യുവർ ബ്രെയിൻ എക്സ്പീരിയൻസ് സ്പേസ് again. ടു മെനി ഇൻപുട്ട് മെന്റൽ നോയ്സ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അൺനെസസറി നോട്ടിഫിക്കേഷൻ ടേൺ ഓഫ് ചെയ്യാം. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ടൈം മാക്സിമം കുറക്കാം. യുവർ ബ്രെയിൻ നീഡ് മെന്റൽ ബ്രീത്തിങ് സ്പേസ്. ബി ബോർഡ്. ആദ്യം ബോർഡം അൺകംഫർട്ടബിൾ ആയി തോന്നും. കാരണം ബ്രെയിൻ കോൺസ്റ്റന്റ് സ്റ്റിമുലേഷൻസിൽ നിന്നും ഡീടോക്സ് ചെയ്യുകയാണ്. അത് നോർമലാണ്. നിന്നെ മ്യൂസിക് ഇല്ലാതെ നടക്കാൻ പഠിപ്പിക്കാം. ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പഠിപ്പിക്കാം. ലുക്ക് ഔട്ട്സൈഡ് ആൻഡ് എൻജോയ് ദ ബ്യൂട്ടി. സർപ്രൈസിംഗ് ആയ കാര്യങ്ങൾ നടക്കും.
നിന്റെ മൈൻഡ് പിന്നെയും ചിന്തിക്കാൻ തുടങ്ങും. ട്രെയിൻ യുവർ ഫോക്കസ്. അറ്റൻഷൻ എന്നത് ഒരു മസിൽ പോലെയാണ്. അത് സ്ലോലി നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. നോ ഫോൺ, നോ നോട്ടിഫിക്കേഷൻ, ആൻഡ് അത് ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരാം. നിന്റെ ബ്രെയിൻ അതിനെ അഡാപ്റ്റ് ചെയ്യും. ഫ്ലോ സ്റ്റേറ്റ്. നിന്റെ അറ്റൻഷൻ ഫുള്ളി ഒരു മീനിങ് ആക്ടിവിറ്റീസിൽ അബ്സോർബ് ആയാൽ അതിനെയാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. റീഡിംഗ്, ക്രിയേറ്റിംഗ്, ബിൽഡിംഗ്, ലേണിംഗ്, ഡീപ് കോൺവെർസേഷൻ. ഫ്ലോ നിന്റെ നാച്ചുറൽ റിതത്തെ റീസ്റ്റോർ ചെയ്യും. ഫോൺ എവിലല്ല, ടെക്നോളജി നിന്റെ എനിമിയുമല്ല. പക്ഷെ അൺകോൺഷ്യസ്ലി അത് യൂസ് ചെയ്യുന്നത് നിന്റെ മൈൻഡിനെ സ്ലോലി ഷേപ്പ് ചെയ്യുന്നു വിത്തൗട്ട് യു റിയലൈസിംഗ് ഇറ്റ്. യുവർ ബ്രെയിൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ തിങ് യു പോസസ്. അതിനെന്തും പഠിക്കാനും ക്രിയേറ്റ് ചെയ്യാനും തിങ്ക് ചെയ്യാനും സാധിക്കും. പക്ഷെ അതേ ബ്രെയിൻ എൻഡ്ലെസ് ലൂപ്പിനുള്ളിൽ ട്രാപ്പ് ആകും. സ്ക്രോളിംഗ്, ക്ലിക്കിംഗ്, കൺസ്യൂമിംഗ്. ഫോൺ നീ യൂസ് ചെയ്യുകയാണോ അതോ ഫോൺ നിന്നെ യൂസ് ചെയ്യുകയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ നിനക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പവർഫുൾ ആയ ഒരു കാര്യം എന്തെന്നാൽ നിന്റെ മൈൻഡിനെ ഇന്നർ വോയിസിനെ കേൾക്കാൻ ശ്രമിക്കാം. ഇന്ന് നീ എത്ര ടൈം ഫോൺ യൂസ് ചെയ്തു? ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ഹാബിറ്റാണ് നീ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? കമന്റ് ബിലോ. യുവർ ബ്രെയിൻ ഈസ് ലിസ്ണിംഗ്.